ലഡുവൊക്കെ ആയി ലോട്ടറി ഏജൻസിയിൽ ഇന്ന് ആഘോഷമാണ്. മുമ്പും ഇതുപോലെ തന്നെ ലോട്ടറിയൊക്കെ തന്നെ ഇവിടെ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഏജൻസി എടുത്ത് അനിലേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, വലിയ സന്തോഷമാണല്ലോ നമുക്ക് അടിച്ചിരിക്കുന്നത്. സന്തോഷം, വളരെ സന്തോഷം. നമുക്ക് മുമ്പ് ഇവിടുന്ന് എങ്ങനെ ലോട്ടറിയൊക്കെ പോയിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് ബമ്പറിന് 10 ലക്ഷം ഉണ്ടായിരുന്നു. 2018 ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ബമ്പറിന്റെ ഫസ്റ്റ് അടിക്കുന്ന ആദ്യം. ആരാ എടുത്തതെന്ന് വല്ല വിവരമുണ്ടോ? അറിയത്തില്ല. ഇപ്പം ഒരു വിവരം ഇവിടുന്ന് നമുക്ക് ഇവിടെ ഇൻഫോം ചെയ്താലല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ആൾക്കാർ പറയുന്ന കേട്ടോണ്ട് നമ്മൾ പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ വന്ന ആൾ പറയുമ്പം അല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇതുവരെ ഇൻഫോം ഒന്നും ആയില്ല. അറിയുവാണെങ്കിൽ പറയാം. എന്തായാലും വലിയൊരു ആവേശമുണ്ട്. നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ കൂടിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആഘോഷം ലഡു ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇവിടെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. 12 കോടി രൂപയാണ്. എന്തായാലും കരുനാഗപ്പള്ളിക്കാരനായ ഒരാൾ തന്നെയാണ് ഈ ലോട്ടറി എടുത്തിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ചേട്ടാ, നമുക്ക് അങ്ങനെ വിവരം ഒന്നും വിവരം കടയിൽ വരുന്ന പയ്യനാണ്. രാവിലെ ഇവിടെ വന്നതാണ്. ഉണ്ട്. വിനോദ് എന്ന് പറയുന്ന പയ്യനാണ് അടിച്ചേക്കുന്നത്. ലോട്ടറി ടിക്കറ്റ് കാണിക്കാവോ? വിനോദ് എന്ന് പറയുന്ന സുഹൃത്താണോ? സുഹൃത്താണ്. ടിക്കറ്റ് BB 1354. ഇതാ നമ്മൾ ഈ ലോട്ടറി ടിക്കറ്റ് എടുത്തത് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ്. പേരെന്തായിരുന്നു? സജിത്ത്. വിനോദ് സുഹൃത്തിന്റെ പേര് വിനോദ് എന്ന് പറയുന്ന ആൾക്കെന്നാണ് പറയുന്നത്. ടിക്കറ്റിന്റെ ഫോട്ടോയൊക്കെ ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്. അതിൽ ടിക്കറ്റ് നമ്പർ ഉണ്ട്, ഫോട്ടോയൊക്കെ ഉണ്ട്. എന്തായാലും ഇത് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് വിനോദിനാണ് ലോട്ടറി അടിച്ചതെന്നാണ്. എന്തായാലും നമുക്ക് അധികം വൈകാതെ ഉറപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത്. ആളെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ആൾ അധികം വൈകാതെ ഇങ്ങോട്ട് വരില്ലെങ്കിൽ നമുക്ക് തേടി അന്വേഷിക്കാം. എന്തായാലും ഒരാളിലേക്ക് ചിത്രം പോവുകയാണ്. ആൾ ആരെന്ന് ഇനി കണ്ടുപിടിക്കണം. വിനോദ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോട്ടറി ടിക്കറ്റ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ, അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ കയ്യിലാണ് ആ മൊബൈൽ ഫോൺ. ആ ടിക്കറ്റ് ഉൾപ്പെടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. എന്തായാലും അധികം വൈകാതെ ആളെ നമുക്ക് എത്തിക്കാനാകും. ഈ പരിസരത്തൊക്കെ തന്നെയുള്ള ആളാണ്.